റീ റിലീസ് ചെയ്ത ദേവദൂതൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ 150 രൂപയൊക്കെ കൊടുത്ത് സിനിമയ്ക്ക് കയറി ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള നല്ലൊരു തിയേറ്ററിൽ നിന്ന് 4K തിയേറ്ററിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ പാട്ട് ഫീൽ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ 150 രൂപ മുതലാവും. പിന്നെ ബാക്കി സിനിമയിൽ കിട്ടാൻ പോകുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ബോണസാണ്. പിന്നെ നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ 100% മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ നിന്ന്. ഇത് ഈ 90s കിഡ്സിനൊക്കെ തിയേറ്ററിൽ നിന്ന് മിസ്സായിട്ടുള്ളൊരു സാധനമാണ്. അധികം ആരും ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ കിട്ടി എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഒരു മോഹൻലാൽ ഫാനിന് ഉറപ്പായിട്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സംഭവം അതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ സിനിമയൊക്കെ കാണുമ്പോൾ സിനിമയുടെ ഈ കഥയും കാര്യങ്ങളും മാത്രമല്ലാതെ അതിൽ മ്യൂസിക്കൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലും ഈ സംഭവം നിങ്ങൾക്ക് വർക്കാവും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പറയുന്നുണ്ട് ഇത് സിനിമയുടെ മാജിക്കാണെന്ന്. അതുപോലെ ഒരു സിനിമയിൽ അതിൻ്റെ മ്യൂസിക് കൊണ്ട് എങ്ങനെ മനുഷ്യനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും ആ മ്യൂസിക്കിൻ്റെ ഒരു പവർ ഉണ്ട് എന്നുള്ളത് ഈ സിനിമ ഇങ്ങനെ ആക്കിയ ശേഷം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വല്ലാത്തൊരു ഫീലാണ്. ഒരു 1-2 സ്ഥലത്തൊന്നുമില്ല, ഒരുപാട് സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് ആ മ്യൂസിക് കൊണ്ടുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. രോമാഞ്ചം എന്നൊക്കെ നമുക്ക് പറയാം. സിനിമയിൽ ഫൈറ്റ് കാണുമ്പോഴുള്ള രോമാഞ്ചം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ കാണുമ്പോഴുള്ള രോമാഞ്ചം, അങ്ങനത്തെ സാധനമല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു മ്യൂസിക് നമ്മളെ ഭയങ്കരമായിട്ട് എങ്ങനെ പറയാം, ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട്. അത് പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്, എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പല സ്ഥലത്തും ആ മ്യൂസിക്കിൻ്റെ ഒരു പവർ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള രോമാഞ്ചം വന്നു. അതുമാത്രമല്ല, ലാലേട്ടൻ്റെ അന്നത്തെ കാലത്തെ ഒരു പെർഫോമൻസ് ഒക്കെ തിയേറ്ററിൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ അന്ന് പോലും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കാണാനും പറ്റില്ല, അത് വേറെ ഒരു ഭാഗമാണെങ്കിലും ആ എക്സ്പീരിയൻസ്, ആ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ഇത്രയും ക്വാളിറ്റിയിൽ കാണാൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കൂടിയാണിത്. സിനിമ പഴയ സിനിമയാണ്, ഇത്രയും വർഷം മുന്നത്തെ സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഡയലോഗിലെ ഡ്രമാറ്റിക് എലമെൻറ്റുകളൊക്കെ ഉണ്ടാവും. അതുപോലെ ലാഗ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സിനിമ റീമാസ്റ്റർ ചെയ്ത് കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള, സിനിമ കണ്ടു കഴിഞ്ഞ് ആ സാധനം കാണിക്കുമ്പോൾ കയ്യടിച്ച് എണിക്കാനുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. എല്ലാ ആളുകളുടെയും കാര്യം പറയാൻ പറ്റില്ല, ഓരോരുത്തരും സിനിമേനെ അപ്രോച്ച് ചെയ്യുന്ന ഓരോ രീതിക്കാണ്. ഇതുപോലെ മോഹൻലാലിനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇനി ഒരിക്കലും വേറെ ചാൻസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഭാഗ്യമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനത്തെ ഒരു ഫീലാണ്. സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കഥയാണ്. 10 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ സിനിമ ലാസ്റ്റ് കണ്ടിട്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട് അറിയാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ സീൻ ബൈ സീനൊന്നും നമ്മൾ ബാക്കി സിനിമകൾ കാണുന്ന പോലെ റിപ്പീറ്റ് വാല്യൂവിൽ കണ്ടിട്ടുള്ളൊരു സാധനം അല്ലാത്തതുകൊണ്ട് സീൻ ബൈ സീൻ എന്നല്ല, എക്സാക്ട്ലി ഒരു പുതിയ സിനിമ കാണുന്ന ഒരു ഫീൽ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് മുന്നേ കണ്ടതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു രീതിക്കും ഈ സിനിമ കണ്ടിട്ട് ഒരു നിരാശ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തോന്നിയിട്ടില്ല. മോഹൻലാൽ ആരാധകനായതുകൊണ്ട് കൂടി ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് അത് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എങ്ങനെ ആയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് കാണാൻ പറ്റും. പല സ്ഥലത്തും നമ്മളിങ്ങനെ ആ ഒരു പാട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു ഫീലിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്നൊരു സാധനമാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ആളുകൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു ചാൻസാണ് ഇത്. ഇനിയും ഇത് പോയി കഴിഞ്ഞാൽ ഇനി ഇത് കാണാൻ തിയേറ്ററിൽ നിന്ന് കാണാനുള്ള വേറെ സാധ്യതയൊന്നുമില്ല. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത്രയും ക്ലോസ് ആയിട്ട് ഇപ്പോൾ ഈ 4K ഒക്കെ വന്നതിന് ശേഷം ഇതുപോലെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന പെർഫോമൻസുകളൊന്നും ലാലേട്ടൻ്റേതായിട്ട് വന്നതായിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. ഈ സിനിമയിൽ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ണ്, പുരികം, ചെവി, മൂക്കിലെ രോമം വരെ അഭിനയിക്കുന്ന സാധനങ്ങളൊക്കെ 4K ആയതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കാണാം. പണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റാത്തൊരു ഫീല് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു പുതിയ സിനിമ കാണുന്നത് പോലെ എന്തായാലും ഫീൽ ചെയ്യും, ഉറപ്പിച്ച കാര്യമാണ്. പിന്നെ വേറൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് അന്നത്തെ കാലത്തെ ഫാഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ഈ ജെൻസി പിള്ളേരൊക്കെ ആ ഫാഷൻ കൊണ്ട് നടക്കുന്നുണ്ട്, വിൻറ്റേജ് എന്നും പറഞ്ഞ് എടുത്ത് നടക്കുന്നുണ്ട്. ഏകദേശം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കാലഘട്ടം നമുക്ക് ഭയങ്കരമായിട്ട് മാറിയതായിട്ട് തോന്നില്ല. കാരണം ലൈവായിട്ടുള്ള ഫാഷനും ഈ സിനിമയിൽ മോഹൻലാൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ ആ ട്രെൻഡ് വീണ്ടും വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടും ഒരു പുതിയ സാധനം അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് കാണുന്ന ഒരു ഫീല് കാണാൻ പറ്റും. തിയേറ്ററിൽ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇത് കുറച്ച് ക്രൗഡിനെയും കൂടി വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്.